പലരും എഴുതും എന്ന് പറഞ്ഞല്ലോ. നമുക്കൊരു ചെറിയ ടാസ്ക് വെച്ചിട്ട് അങ്ങ് പോവാം. നമുക്ക് അവസാനം അത് ചെയ്യിക്കാം. ഓക്കെ? നമ്മുടെ വൈഷ്ണവ് അവൻ തന്നെ എഴുതി, അവൻ തന്നെ ലളിതഗാനം പാടി, അവന് എ ഗ്രേഡ് ഒക്കെ കിട്ടിയെന്ന് അവൻ പറഞ്ഞു. ഞാൻ നിനക്കൊരു ടാസ്ക് തരാണ്. ഇവിടെ ഉള്ള ആരെ കുറിച്ച് വേണമെങ്കിലും നിനക്ക് ഒരു 4 വരി, ഓക്കെ, നീ എഴുതാം. ആരെ കുറിച്ച് വേണമെങ്കിലും എഴുതാം. നീ തന്നെ അതിന് കമ്പോസ് ചെയ്ത് നീ തന്നെ ഇവിടെ പാടണം ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ്. റെഡി. ഓക്കെ, റെഡി. അതാണ്. അടിപൊളി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഡുവറ്റ് പെർഫോമൻസിനായി വരുന്നു രാഹുൽ ആൻഡ് ശ്രേയ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാപ്പൂഞ്ചിപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും മാലയ കുളിർമഞ്ഞിൻ മാറ്റോലും തൂവലാൽ മഞ്ഞൾ തൂമണമെങ്ങും തൂവും നേരം നീ എന്റെ ലോലലോലമാമുൾപ്പൂവിലെ മൃദുതലങ്ങൾ മധുകണങ്ങൾ തഴുകുമെന്നോ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും നല്ലോമൽ കുടമേന്തും ഉള്ളോ പെണ്ണും നാലെല്ലാം തൊടി നീളെ നീയും പൂവാലിയും പേരാൽ പൂങ്കുട ചൂടും നാഗക്കാവും. നാം തമ്മിലൊന്നു ചേരുമീ യാമങ്ങളിൽ അഴകുഴിഞ്ഞും വരമടിഞ്ഞും ഉണരുമെന്നോ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാപ്പൂഞ്ചിപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും. നൈസ്. രാഹുൽ ആൻഡ് ശ്രേയ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്.
കല്യാണം കഴിഞ്ഞ് 3 മാസമായി ഭാര്യയുടെ മുമ്പിലാണ് നിങ്ങൾ ഈ റൊമാൻസ് കാണിക്കുന്നത്? നീ അവനെ ടെൻഷൻ അടിപ്പിക്കാതെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട്. അല്ല അവൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. റിഹേഴ്സൽ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റിഹേഴ്സലൊക്കെ നന്നായി ആളുണ്ടായിരുന്നു അവിടെ. ഉണ്ടാവുമല്ലോ, ഉണ്ടാവണല്ലോ. കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഒരു കുഴപ്പമില്ലെങ്കിലും പക്ഷെ കൂടെ തന്നെ കാണും. നല്ല വിശ്വാസമുണ്ട്. സർ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നത് രാഹുല. അനു കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്നാ പിന്നെ ഈ പാട്ട് ഒന്നുകൂടെ നമുക്ക് റീഷൂട്ട് ചെയ്യാം. അനുവിന് ഇപ്പൊ കുഴപ്പമുണ്ടോ? അത് വേണ്ടെന്ന്. അനു മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. എന്ത് പറ്റി മാഷേ? ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പാട്ട് തെറ്റേണ്ട കാര്യമില്ല. പക്ഷെ എന്തോ എവിടെയോ ചെറുതായിട്ടൊരു ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. അതന്നെ. ഡാൻസ് അല്ല, ചെറിയൊരു ആക്ട് പരിപാടികളൊക്കെ ചെറിയ ആക്ട്. ഞാൻ സാധാരണ സ്റ്റേജില് മൈക്ക് സ്റ്റാൻഡ് പോലെ നിക്കല് തന്നെയാണ് ഇതിനു മുമ്പും. ഇപ്പോഴാണ് പാട്ടൊക്കെ തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് പാടി തുടങ്ങിയത്. ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയതുള്ളൂ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സർ. രാഹുൽ, ശ്രേയ, നല്ല പാട്ട്, നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സോങ്. ഇത് രസമാണ് പാട്ട്. ഈ പാട്ടിനെ പറ്റി പറയും, ബാക്കി പിന്നെ പറയാം. പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണിത്. KJ യേശുദാസ് സാറും മിനിമിനി ചേച്ചിയും കൂടെ പാടിയ പാട്ടാണ്. അതിമനോഹരമായ ഒരു ഫിലിമാണ്. ഞങ്ങളിപ്പോ സംസാരിച്ചതേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും ഇരുന്ന് കാണാം. അത് രാഹുല് മനോഹരമായിട്ട് പാടി കേട്ടോ. ഉഗ്രമായിട്ട് പാടി. അവിടെ ഏതാണ്ടൊരെണ്ണം ചെയ്യാൻ പോയി ഈ ശ്രേയയുടെ ഒരു ഇങ്ങനെ മറ്റേ പറക്കം തെളിക പോലെ ഒരു ഡാൻസും കൂടെ കണ്ടപ്പോഴത്തേക്ക് ലിറിക്ക് കയ്യും കെട്ടി പറന്നങ്ങ് പോയി. പോട്ടെ, പിന്നൊക്കെ ശ്രേയ ഓർമ്മിപ്പിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഒരു അന്തപ്പെട്ട ലെവലായിരുന്നു രാഹുല്. ഞാനത് ഓർത്തു വെച്ചിരുന്നു. പക്ഷേ അക്ഷരം, പക്ഷെ എനിക്ക് ആ നാ മാത്രമേ ഓർമ്മ. പിന്നെ ശ്രേയക്ക് എന്ത് പറ്റി? ആ ഫസ്റ്റ് ആ കാവേരി കുളിരോരും പാടിയതിനു ശേഷം പിന്നെ ഫുള്ളം പോയി. അല്ല, ആദ്യത്തെ വരെ പ്രോബ്ലം ആയിരുന്നു ഈ രാഹുൽ പാടി നിർത്തിയതിന് ശേഷമുള്ളത്. അവിടെ തൊട്ടാ തുടങ്ങിയത്. എന്താണ് പറ്റിയത്? അറിയില്ല സർ. അറിയണ്ടേ? ആ വെള്ളിത്തിങ്കളൊക്കെ നന്നാവണം. അതൊക്കെ ശ്രേയയുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. നമുക്കതൊന്ന് നന്നായിട്ട് പാടിയാലോ? കാവേരി കാവേരി കുളിരോളം മിയാകെ പെയ്യുവാൻ ചെല്ലച്ചെന്തമിഴീണം. അതെന്താണത് ലിറിക്ക്? ചെല്ലച്ചെന്തമിഴീണം. തമിഴീണം. തമിഴ് വള്ളിയല്ലേ? തമിഴീണം. തമിഴ് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കൂ. പിന്നെ വേറെ ശ്രേയക്ക് ഞാൻ ഒരെണ്ണം കാണുന്നത് ഇപ്പോൾ ഏതാണ്? വെള്ളിത്തിങ്കൾ എന്ന് പാടുന്ന വെള്ളിത്തിങ്കൾ. ഈ വെള്ളിയുടെ മുമ്പിൽ ഒരു 3-4 കരണ്ടി വെള്ളിയും കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളിത്തിങ്കൾ. അതിൻ്റെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പാടുക. അതുപോലെ വേറെ ആക്ഷൻ, വേറെ തുടങ്ങുന്നതൊക്കെ അതിൻ്റെ മുമ്പിൽ ഒരു എന്ന് പറഞ്ഞു ഒരു ഐറ്റവും കൂടെ വരുന്നുണ്ട്. എന്താണത്? ഇപ്പം കറക്റ്റാണ്. ഇപ്പം രാഹുൽ പാടിക്കഴിഞ്ഞിട്ട് ചെറിയ പാടിൻ്റെ പോഷൻ വരുമ്പോഴത്തേക്കും നീനെ എന്ന് പറഞ്ഞ് പാടുകയാണ്. ഒരു എന്തോ ഒരു സാധനം വന്നിട്ട് പൊന്നാമ്പൽ എന്ന് പാടുക. അതിന്റെ കൂടെ ഒരു സാധനം അത് കളയണം കേട്ടോ. നമുക്കിപ്പോൾ റെക്കോർഡിങ്ങിനാകുമ്പോൾ കുഴപ്പമില്ല, നമ്മളത് കട്ട് ചെയ്ത് ദൂരെ കളയും. പക്ഷെ എന്നാലും അത് ചിലപ്പം ബോറായിട്ട് സൗണ്ട് ചെയ്യും കേൾക്കാതെ. അപ്പൊ അത് നമ്മളതൊന്ന് ശരിയായിക്കോണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ഇതേ ഉള്ളൂ കേട്ടോ. രാഹുല് നന്നായിട്ട് പാടി. രാഹുല് ഇതിന്റെ കൂടെ മറന്നും പോയി. ശ്രേയയുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പോയി. അത് ശരിയായിക്കൊള്ളുക കേട്ടോ. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഏരിയാസാണ്. പ്രത്യേകിച്ച് ഈ തമിഴീണം ഇനി എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ, വീട്ടിൽ പോയി ഇഡ്ഡലി ദോശ എന്ന് ചോദിക്കണ്ട, ഒരു തമിഴീണം തരൂ അമ്മേ എന്ന് പറഞ്ഞാൽ മതി. ആ വാക്ക് കുറെ വലിയാട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി രാഹുൽ ആൻഡ് ശ്രേയ കലക്കൻ. രാഹുലിനെ പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിനകത്ത് വോയിസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് എന്തോ കുറ്റം പറയാന്ന് വിചാരിച്ചു വരികയെന്ന് തോന്നുന്നു. പെട്ടെന്ന് അതെ ശരിയാ. മഞ്ജരി ചേച്ചി പിന്നെ ഇടയ്ക്ക് അനുവിനെ നോക്കുന്നുണ്ടായിരുന്നു.
ഞാന് ആദ്യം ഇവരുടെ ഈ കൊറിയോഗ്രാഫി ഗംഭീരാണ് കേട്ടോ. ആ തുടക്കം കേറി വന്നതും അതെ അതെ നിന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ശരിക്കും നീറ്റ് ആയിരുന്നു. അതെ. എനിക്ക് ആകെ ടെൻഷൻ ഈ ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേക്ക് അനുവിന്റെ മുഖത്ത് എന്തായിരിക്കും എന്നാ ഞാൻ ആലോചിച്ചത്. അവന് ഉള്ളില് കടിച്ചു പിടിച്ച് പുറത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു അനു. ഇന്നലെ പ്രാക്ടീസിലുണ്ടായിരുന്നു ആള്. അല്ല ഉണ്ടായിരുന്നു, അതൊന്നും പുറത്ത് പറയൊന്നുമില്ല പാവം. അതിന് വിഷമമുണ്ട് പാവം അനു. ഞങ്ങള് അനു എന്തോ പറയുന്നു, എന്താ അനു? വിഷമമൊന്നും ഇല്ലെന്ന് പറയാ. ഇല്ല അനു, എന്നാ ഓക്കെ. അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഇവിടെ കൊറിയോഗ്രാഫി ചെയ്യിപ്പിക്കാം. അത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. സേവ് ദ ഡേറ്റിന് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ അനു ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ ഭയങ്കര കൂളായിരുന്നു. ഞാൻ നമുക്ക് ചെയ്യാം, അതൊക്കെ സിമ്പിൾ സംഭവല്ലേ. പക്ഷെ അവള് നന്നായിട്ട് അഭിനയിച്ചു. ഞാൻ ഇതുപോലെ എന്തൊക്കെ കാണിച്ചിട്ട് എന്റെ പോർഷനെ കുറവാ, എന്റെ മുഖമൊക്കെ കുറച്ചേ ഉള്ളു. അവളുടെ ബാക്കി കാര്യങ്ങൾ ഫുൾ അനുവായിരുന്നു. അനുയുടെ ഡേറ്റ് ആയിരുന്നു. അനുവിന്റെ മാത്രം കല്യാണം. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തു. വോയിസ് അതിമനോഹരായിരുന്നു. ഞാൻ ആലോചിച്ചു, ഞാനിപ്പം സാറിന്റെ അടുത്ത് പറയുന്നു, ആ വരി മറന്നില്ലായിരുന്നെങ്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിനായിരുന്നു. അവിടെ എന്തോ ഒരു കണ്ണ് ദൃഷ്ടിപ്പെട്ട മാതിരി അവിടെ അതങ്ങ് മറന്നു. ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കൂ, ശ്രദ്ധിക്കൂ. കാരണം ആ വോയിസ് അത്ര ബ്യൂട്ടിഫുൾ. അതിനകത്ത് എന്താണ് അനുപല്ലവിക്ക് ഫിനിഷ് ചെയ്യുന്ന പോർഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. രാഹുലിന്റെ പോർഷൻസ് ഒക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ മോള് ശ്രേയ പാടിയത്, ശ്രേയ നന്നായി പാടി. തുടക്കത്തെ ഹമ്മിങ് വാസ് വെരി ഗുഡ്, സ്വീറ്റ് ആയിരുന്നു അത് കേൾക്കാൻ. പാടി വന്ന് നിന്ന് എന്തോ ഒരു ഗ്രേസ് ആണ് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഉടുപ്പൊക്കെ ഇതിനു വേണ്ടി ചെയ്താണോ? അമ്മ സ്റ്റിച്ച് ചെയ്തതാ. അമ്മയുടെ പേരെന്താ? അമ്മ ഭാനുരേഖ. ഭാനുരേഖ, ക്യാ ബാത് ഹൈ. നമ്മുടെ രേഖയുടെ ശരിക്കുള്ള രേഖ ആക്ട്രസിന്റെ പേര്. ശ്രേയ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. ആ ഒരു ചെറിയൊരു പോർഷൻ ശ്രേയക്ക് തന്നെ അറിയാം എവിടെയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാം. അത് മാത്രമാണ് ഞാനൊന്ന് നോട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് അല്ലാതെ ഐ ലൈക്ക് യുവർ സിംഗിങ്, നന്നായിരുന്നു. ആ ഒരു ഫീൽ ഉണ്ട്. ഇവിടെ വന്നപ്പോ ആകെ ടെൻഷൻ. ഇപ്പം ഏതൊരു സ്റ്റേജിലായി കഴിഞ്ഞാലും പോയി പാടുമ്പോ ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ നന്നായി പാടുന്ന കാണുമ്പം നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, കുറച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. വേറെ നിങ്ങൾക്കിപ്പം ഈ കിട്ടുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഓരോന്നും. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പം നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. ഈ കിട്ടുന്ന 5 മിനിറ്റ് പ്രേക്ഷകർ ലോകമെമ്പാടുള്ള ആൾക്കാരാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ടെൻഷനൊക്കെ കളയുക, ധൈര്യമായിട്ട് പാടുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് നല്ല ഒരു കോമ്പോസിഷൻ ആണ് ജോൺസൺ മാഷിന്റെ. ഇങ്ങനത്തെ ഒരു കോമ്പോസിഷൻ ഇത് വളരെ റെയറാണ്. നമ്മൾ ആരും ഇമാജിൻ പോലും ചെയ്യുന്നില്ല. എത്രയോ എന്തിനാ കരയുന്നേ? ഇമോഷണൽ. എന്തിനാ? അയ്യോ ശ്രേയ, എന്തിനാ കരയുന്നത്? കണ്ണീരിനൊക്കെ വാല്യൂ ഉണ്ട്, ചുമ്മാ കരഞ്ഞു കളയാ. ഡോണ്ട് ക്രൈ. എനിക്ക് മനസ്സിലായി, ആ മുടിയുടെ ഭംഗി കാണിക്കാനല്ലേ. സുന്ദരിയായിട്ടുണ്ട്, ബാക്കിലെ മുടിയൊക്കെ മുല്ലപ്പൂവൊക്കെ വെച്ച്. ശ്രേയ അങ്ങനെ തിരിഞ്ഞാല് തിരുപ്പനാന്ന് മനസ്സിലാവും ആളുകൾക്ക്. അതെ, അവിടെ നേരെ നിൽക്കി. ശ്രേയ, ഇതൊക്കെ ആൾക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അതെ, താങ്ക് യു ചേച്ചി. ഷാനിക്ക, ചക്കരകളെ സാറേ നന്നായിട്ട് തന്നെ പാടി. കൂട്ടത്തിൽ ഒരു പൊടിക്ക് മേലെ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി രാഹുൽ തന്നെയാണ്. രാഹുലിന്റെ വോയിസ് ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാൻ. താങ്ക് യു സാർ. ഇത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു മിൻമിനി ചേച്ചിയുടെ ഒരു പാട്ട് വരുന്നതെന്ന് തോന്നുന്നു, അല്ലേ? ഒരു അസാധ്യ സിംഗർ. ഞാനിതാ കാവേരി ആണ് എഴുതിയത്, പിന്നെ മൃദുതലങ്ങൾ, പിന്നെ രാഹുലിന്റെ വരി പോയതും ഗോൺ എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഡാൻസ് ആണെങ്കിലും അതിൻ്റെ കൂടെയുള്ള പാട്ടുപാടൽ ആണെങ്കിലും. അപ്പം ഇങ്ങനെ ഒരു വരി മറന്നു പോകുന്നത് നമുക്കിപ്പോൾ തുടക്കമായതുകൊണ്ട് മാർക്ക് ഡെഫിനറ്റ്ലി കുറയും. പക്ഷെ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ മാർക്ക് നല്ലോണം കുറയും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ആദ്യം രാഹുലിന്റെ മാർക്ക്. രാഹുലിന് ആക്ച്വലി ഇതിനേക്കാളും കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു വരി മറന്നു പോയതുകൊണ്ട് ഒരു പൊടിക്ക് ഇപ്പൊ കുറയ്ക്കുന്നു. രാഹുൽ 8.1. താങ്ക് യു സാർ. മഞ്ജരി ചേച്ചി. രാഹുലിന് ഈ ഒരു പെർഫോമൻസിന് 8.2. താങ്ക് യു ചേച്ചി. ശരത് സർ. രാഹുലേ, ഞാൻ ഇപ്പോഴേ കുറയ്ക്കുന്നു. 8 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഓക്കെ, സോ ടോട്ടൽ 24.3. ഓക്കെ, ഇനി നമ്മുടെ ശ്രേയ കുട്ടിയുടെ മാർക്ക്. ഷാനിക്ക. ശ്രേയ,
യെസ് സർ. 7.7. താങ്ക് യു സർ. താങ്ക് യു. ചേച്ചി? ശ്രേയക്ക് ഈ പെർഫോമൻസിന് 7.9. താങ്ക് യു മാം. ശരത് സർ? 7.7. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 23.3. താങ്ക് യു മാം. ആരില്ലടാ, ഇനി റൗണ്ട്സ് ഇരിക്കല്ലേ, നമ്മൾ തകർക്കും. ഓക്കെ.